നിലവിലെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യം ഒരു മുനമ്പിലെന്ന പോലെ അത്യന്തം അപകടകരമായ അവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം അതിന്റെ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് തസ്നീം ന്യൂസ് ഏജൻസി പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ മറവിൽ നടക്കുന്നത് ഗൗരവകരമായ സൈനിക നീക്കങ്ങളാണെന്ന ഇറാൻ വൃത്തങ്ങളുടെ വെളിപ്പെടുത്തൽ മേഖലയെ വീണ്ടും അശാന്തിയിലേക്ക് നയിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിലവിൽ ഒരു ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്ന് ഇറാൻ ശക്തമായി വിശ്വസിക്കുന്നു. ഒരു വശത്ത് ചർച്ചകൾക്കും വെടിനിർത്തലിനും വേണ്ടി വാദിക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേലിന് സൈനികമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നതിനെയാണ് ഇറാൻ ഡബിൾ ഗെയിം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾ നീണ്ടുപോയാൽ തങ്ങളുടെ ക്ഷമ നശിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് ടെഹ്റാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ആസ്തികൾക്കും താൽപ്പര്യങ്ങൾക്കും നേരെ ആക്രമണം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം വെറും ഒരു ഭീഷണിയായി കാണാൻ കഴിയില്ല. മേഖലയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഇറാൻ അനുകൂല സേനകളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ചർച്ചകൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്താൽ പശ്ചിമേഷ്യയിലുടനീളമുള്ള US താവളങ്ങൾ വീണ്ടും ലക്ഷ്യമിടപ്പെടും. ഇറാന്റെ ഈ നീക്കം കേവലം വൈകാരികമായ ഒന്നല്ല, മറിച്ച് കൃത്യമായി കണക്കുകൂട്ടിയുള്ള ഒരു തന്ത്രമാണ്. വെടിനിർത്തൽ തകരുന്ന സാഹചര്യമുണ്ടായാൽ അതിനെ നേരിടാനുള്ള എല്ലാ മുൻകരുതലുകളും സൈനികമായ തയ്യാറെടുപ്പുകളും തങ്ങൾ പൂർത്തിയാക്കിയതായി അവർ അവകാശപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കാൻ സൈനികമായ കരുത്ത് പ്രകടിപ്പിക്കേണ്ടി വരുമെന്ന് ഇറാൻ നേതൃത്വം കരുതുന്നു. ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ അമേരിക്ക തയ്യാറാകുന്നില്ലെങ്കിൽ അത് മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായും തകർക്കും. ഇസ്രയേൽ നടത്തുന്ന ഓരോ സൈനിക നീക്കത്തിനും പിന്നിൽ വാഷിംഗ്ടണിന്റെ മൗനാനുവാദം ഉണ്ടെന്നാണ് ടെഹ്റാൻ വിലയിരുത്തുന്നത്. ഇത് നയതന്ത്ര ചർച്ചകളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. വിശ്വാസമില്ലാത്ത ചർച്ചകൾക്ക് അധികകാലം ആയുസ് ഉണ്ടാകില്ലെന്ന യാഥാർത്ഥ്യം മേഖലയെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. മേഖലയിലെ സാമ്പത്തിക ആസ്തികളും എണ്ണ വ്യാപാര പാതകളും ഈ സംഘർഷത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള വിപണികളെ അത് ബാധിക്കും. ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനം ആഗോള ഊർജ വിപണിയിലും ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് കേവലം പ്രാദേശികമായ ഒരു പ്രശ്നമായി ഒതുങ്ങില്ല. അമേരിക്കൻ സൈന്യത്തിന് മേഖലയിലുള്ള സാന്നിധ്യം ഇറാൻ ഇപ്പോഴും ഒരു ഭീഷണിയാണ്. എന്നാൽ അതേ സൈനിക സാന്നിധ്യം തന്നെ ഇറാന് ആക്രമിക്കാനുള്ള എളുപ്പവഴിയുമായി മാറുന്നു. സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ US സാന്നിധ്യം ഇപ്പോൾ മുനമ്പിലെ കത്തി പോലെ അപകടത്തിലാണ്. ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ഈ മേഖലകളിൽ കൂടുതൽ സജീവമായത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഒരു വലിയ സ്ഫോടനത്തിലേക്ക് മേഖല നീങ്ങുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്കോ മറ്റ് ആഗോള ശക്തികൾക്കോ സാധിക്കാതെ വരും. റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകളും ഈ സംഘർഷത്തിൽ നിർണായകമാണ്. ഇറാന്റെ മുന്നറിയിപ്പിനെ ഈ ശക്തികൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഇറാന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ US ഇന്റലിജൻസ് ഏജൻസികൾ ഗൗരവമായി വിശകലനം ചെയ്യുന്നുണ്ടാകും. സൈനികമായ ഒരു ഏറ്റുമുട്ടലിനേക്കാൾ നയതന്ത്രപരമായ പരിഹാരമാണ് എല്ലാ പക്ഷവും ആഗ്രഹിക്കുന്നതെങ്കിലും അവിശ്വാസം ആ ആഗ്രഹങ്ങളെ തകിടം മറിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഓരോ നീക്കവും ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധപ്രഖ്യാപനങ്ങൾ ജീവിതം ദുസ്സഹമാക്കുകയാണ്. മേഖലയിലെ അസ്ഥിരത, അഭയാർത്ഥി പ്രശ്നങ്ങളും സാമ്പത്തിക തകർച്ചയും വർദ്ധിപ്പിക്കും. എന്നിരുന്നാലും ദേശീയ താൽപ്പര്യങ്ങൾക്കും രാജ്യത്തിന്റെ അഭിമാനത്തിനും മുൻഗണന നൽകുന്ന ഇറാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലെന്ന സൂചനയാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷാവസ്ഥ ലോക രാഷ്ട്രീയത്തിന്റെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കാൻ സാധ്യതയുണ്ട്. പുതിയ സഖ്യങ്ങളും പുതിയ ശത്രുക്കളും രൂപപ്പെട്ടു വരികയാണ്. അമേരിക്കയും സഖ്യകക്ഷികളും തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റാൻ തയ്യാറാകാത്ത പക്ഷം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കഠിനമായിരിക്കും എന്നതിൽ തർക്കമില്ല. വെടിനിർത്തൽ എന്നത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമായി അവശേഷിക്കുമോ അതോ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുമോ എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങൾ ഉത്തരം നൽകും. ഇറാന്റെ മുന്നറിയിപ്പ് വെറും ഒരു വാക്കല്ലെന്നും അത് പ്രയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്.
ലോകം ഇപ്പോൾ ശ്വാസം അടക്കിപ്പിടിച്ച് പശ്ചിമേഷ്യയിലെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുകയാണ്. ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു മഹാമാരിയായി മാറാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ നയതന്ത്രജ്ഞതയുടെയും സംയമനത്തിന്റെയും പങ്ക് വളരെ വലുതാണ്. എന്നാൽ ആയുധബലത്തിന്റെയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും ഈ ലോകത്ത് സമാധാനം എന്നത് പലപ്പോഴും ഒരു വിദൂര സ്വപ്നം മാത്രമായി മാറുന്നു. ഇറാന്റെ പ്രഖ്യാപനം ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്തിമമായി സമാധാന ചർച്ചകൾ വിജയിക്കണമെങ്കിൽ പരസ്പര വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. അമേരിക്ക തങ്ങളുടെ നിലപാടുകളിൽ സുതാര്യത കൊണ്ടുവരാത്ത പക്ഷം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. മേഖലയെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ ആർക്കും താല്പര്യമുണ്ടാകില്ലെങ്കിലും സാഹചര്യങ്ങൾ ആ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. തങ്ങളുടെ ആസ്തികൾ സംരക്ഷിക്കാൻ അവർ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുമോ അതോ ഇറാനുമായി കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത്. പശ്ചിമേഷ്യയിലെ അഗ്നി അടങ്ങുമോ അതോ അത് ആഗോളതലത്തിൽ പടരുമോ എന്നത് വരും ആഴ്ചകളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും.